ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്ന മുനിശ്രേഷ്ഠനാകുന്നു മഹാത്മാവായ അണിമാണ്ഡവ്യൻ. മഹാഭാരതത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മുനിശ്രേഷ്ഠനാകുന്നു മാണ്ഡവ്യൻ. മഹാതപസ്വിയായിരുന്ന മാണ്ഡവ്യ മഹർഷി ഒരിക്കൽ തപസ് അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. മഹാദേവന്റെ അതിയായ ഭക്തനായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ മഹാദേവനെ തപസ് അനുഷ്ഠിക്കും വേളയിൽ കുറേ തസ്കരന്മാർ രാജകൊട്ടാരം കൊള്ളയടിച്ചു. കൊള്ള മുതലായി ധാരാളം വസ്തുക്കളും ആഭരണങ്ങളും രത്നങ്ങളും സ്വർണവും വജ്രവും സ്വർണ്ണ നാണയങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ നടന്ന മോഷണ വൃത്താന്തം രാജ്യം മുഴുവൻ പടർന്നു. രാജഭടന്മാരും സൈനികരും മോഷ്ടാക്കൾക്കായുള്ള തിരച്ചിൽ കാര്യക്ഷമമായി നടത്തി. ഇക്കാര്യം തസ്കരന്മാർ മനസ്സിലാക്കി. തങ്ങളെ പിടിക്കപ്പെടാതിരിക്കാൻ മോഷണം മുതൽ തസ്കരന്മാർ മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുവച്ചു. സദാ ധ്യാനനിരതനായിരിക്കുന്ന മഹാമുനി ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ കുടിലുകളിൽ എല്ലാം തന്നെ രാജഭടന്മാർ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഭവനങ്ങൾ, കുടിലുകൾ, ആശ്രമങ്ങൾ എന്നുവേണ്ട എല്ലായിടത്തും അവർ തിരച്ചിൽ നടത്തി. അങ്ങനെ അവസാനം ഒരു നിശാവേളയിൽ തസ്കരന്മാരുടെയും മോഷണദ്രവ്യങ്ങളും മാണ്ഡവ്യ മഹർഷിയുടെ കുടിലിൽ നിന്നും പിടികൂടി. ഭടന്മാർ തസ്കര കൂട്ടത്തിലുള്ള ആളാണെന്ന് കരുതി മാണ്ഡവ്യ മഹർഷിയെയും പിടികൂടി. എന്നാൽ അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. അക്കാരണത്താൽ തന്നെ താൻ തസ്കരനല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സന്യാസി വേഷധാരിയായ തസ്കരനാണെന്ന് തെറ്റിദ്ധരിച്ച മാണ്ഡവ്യന്റെയും തസ്കരന്മാരുടെയും മാറിൽ കുന്തം തറയ്ക്കുവാൻ മഹാരാജാവ് ഉത്തരവിട്ടു. അതുപ്രകാരം ഭടന്മാർ അവരുടെ മാറിൽ കുന്തം തറച്ചു. മറ്റു തസ്കരന്മാർ തൽക്ഷണം മരിച്ചു. എന്നാൽ മഹാദേവന്റെ പ്രിയ ഭക്തനായ മാണ്ഡവ്യനെ അദ്ദേഹം ദീർഘായുസ് എന്ന വരം നൽകിയിരുന്നു. അക്കാരണത്താൽ തന്നെ മാണ്ഡവ്യ മഹർഷി തെറ്റുകാരനല്ല, മറിച്ച് ശ്രേഷ്ഠനായ ഒരു പുണ്യാത്മാവാണെന്ന് മനസ്സിലാക്കിയ രാജാവ് മാണ്ഡവ്യ മഹർഷിയുടെ മാറിൽ തറച്ച കുന്തം നീക്കം ചെയ്യുവാനായി ഭടന്മാരോട് ആജ്ഞാപിച്ചു. അതേപ്രകാരം അതിനായി ഭടന്മാർ ശ്രമിച്ചെങ്കിലും വിഫലമായി. അവസാനം അവർ ആ കുന്തം മുറിച്ചെടുത്തു. എന്നാൽ അതിൻ്റെ അഗ്രഭാഗം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ അവശേഷിച്ചു. അഗ്രം അഥവാ അണി ശരീരത്തിൽ അവശേഷിച്ചതിനാൽ തന്നെ അദ്ദേഹത്തെ അണിമാണ്ഡവ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു.